കണ്ണൂർ കൈതപ്രത്തെ രാധാകൃഷ്ണൻ കൊലപാതകം. ഭാര്യ മിനി ആസൂത്രണം ചെയ്ത കാമുകനുമായി ചേർന്ന് നടപ്പാക്കിയ അരും കൊല. കേരള പോലീസിന്റെ അതിഗംഭീര അന്വേഷണ മികവിന്റെ ഒരു ഉദാഹരണം. മാർച്ച് 20-നാണ് ഞെട്ടിപ്പിക്കുന്ന കൊലപാതകം. രാധാകൃഷ്ണന്റെ പണിതീരാത്ത വീട്ടിൽ പതിയിരുന്ന പ്രതി നാടൻ തോക്ക് ഉപയോഗിച്ച് കൃത്യം നടത്തി. സമൂഹ മാധ്യമം വഴിയാണ് സന്തോഷ് മിനിയെ പരിചയപ്പെടുന്നത്. മിനിയുടെ റീൽസുകൾ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും തുടങ്ങിയ സൗഹൃദം. കള്ളൻ ഉറക്കം വന്നിട്ടൊന്നുമല്ല ഇങ്ങനെ തലേനും കെട്ടിപ്പിടിച്ച് കിടക്കുന്നെന്ന് എനിക്കറിയാം. അറിയാൻ വയ്യാൻ ചോദിക്കുക എന്നെ എന്തിനാണ് ദ്രോഹിക്കുന്നത്? സുധാരേട്ടൻ എന്റെയാ, വേറെ ആരും അതിൽ അവകാശം ചോദിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും എനിക്ക് സഹിക്കില്ല. ഇരുവരും തമ്മിലുള്ള അടുപ്പം മിനിയുടെ ഭർത്താവ് രാധാകൃഷ്ണൻ ചോദ്യം ചെയ്തു. കൊല്ലപ്പെടുന്നതിന് മാസങ്ങൾക്ക് മുൻപ് പരിയാരം പോലീസിൽ പരാതിയും നൽകി. പോലീസ് ഇരുവരെയും വിളിപ്പിച്ചു. സൗഹൃദം തുടരില്ലെന്ന ഉറപ്പിൽ പോലീസ് പരാതി പറഞ്ഞവസാനിപ്പിച്ചു. കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു കൊലപാതകം. നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള സംഘത്തിലെ അംഗമായിരുന്നു സന്തോഷ്. അങ്ങനെയാണ് നാടൻ തോക്ക് ഉപയോഗിക്കാനുള്ള പരിശീലനവും ലഭിച്ചത്. ആദ്യം കള്ളത്തോക്ക് സംഘടിപ്പിച്ചു. കൊലപാതകത്തിന് മുൻപ് ഫേസ്ബുക്കിൽ തോക്കേന്തി ചിത്രം സന്തോഷ് പങ്കുവച്ചു. വൈകുന്നേരത്തോടെ രാധാകൃഷ്ണന്റെ പണി നടക്കുന്ന വീട്ടിലെത്തി. മദ്യക്കുപ്പിയും കയ്യിലുണ്ടായിരുന്നു. വീടിനുള്ളിൽ വെച്ച് രാധാകൃഷ്ണന് നേരെ സന്തോഷ് നിറയൊഴിച്ചു. സംഭവ സമയം തൊട്ടടുത്തുള്ള വീട്ടിൽ ഭാര്യ മിനിയുണ്ടായിരുന്നു. കൊലപാതകത്തിന് ശേഷം സമീപത്തുള്ള വണ്ണാത്തിപ്പുഴയിൽ പോയി സന്തോഷ് കൈ കഴുകി വൃത്തിയാക്കി. ഉടൻ പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. തോക്ക് ഒളിപ്പിച്ചതെവിടെയെന്ന് സന്തോഷ് ആദ്യം വെളിപ്പെടുത്തിയില്ല. പിറ്റേന്ന് രാവിലെ പോലീസ് നായ സ്ഥലത്തെത്തി. വണ്ണാത്തിപ്പുഴയുടെ തീരത്തേക്കാണ് നായ ഓടിയത്. തോക്ക് എവിടെയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനിയാണ് കേസിലെ വഴിത്തിരിവ്. കൃത്യത്തിനുപയോഗിച്ച തോക്ക് കണ്ടെത്താൻ ആദ്യ ശ്രമത്തിൽ പോലീസിനായില്ല. ഒടുവിൽ തെളിവെടുപ്പിനിടെ സന്തോഷ് തന്നെ തോക്കെവിടെയെന്ന് പോലീസിന് ചൂണ്ടിക്കാട്ടി നൽകി. കൊലപാതകത്തിന് ശേഷം സന്തോഷ് നേരെ പോയത് തൊട്ടടുത്തായി മിനി താമസിക്കുന്ന വീട്ടിലേക്കാണ്. വീടിന് പിന്നിലെ വിറകുപരയിൽ തോക്കൊളിപ്പിച്ചു. രാധാകൃഷ്ണന്റെ കൊലപാതകത്തിൽ ഭാര്യ മിനിക്ക് പങ്കുണ്ടോ എന്നായിരുന്നു തുടർന്നുള്ള പോലീസ് അന്വേഷണം. ഇരുവരുടെയും ഫോണുകൾ പരിശോധിച്ചു. ചില തെളിവുകൾ പോലീസിന് ലഭ്യമായി. ഭർത്താവിനെ കൊലപ്പെടുത്താൻ സുഹൃത്ത് സന്തോഷിന് ഒത്താശ ചെയ്തെന്ന കണ്ടെത്തലിൽ മിനിയും ഒടുവിൽ അറസ്റ്റിലായി.
വെറും കൊലപാതകമെന്നതിനപ്പുറം നാട്ടിൽ കള്ളത്തോക്ക് വ്യാപകമാകുന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ് കൈതപ്പുറത്തെ രാധാകൃഷ്ണന്റെ കൊലക്കേസ്. കണ്ണൂരിൽ നിന്ന് ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.